പേടിയോ? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാവാതെ സഭയിൽ നിന്ന് ഒളിച്ചോടി എന്നുള്ളതാണ് ഭരണപക്ഷത്തിന്റെ ആരോപണം. ചർച്ച ആവശ്യമില്ല. മന്ത്രിയുടെ രാജിയാണ് ആവശ്യം. SITയുടെ മീതെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അനാവശ്യമായ സമ്മർദ്ദം ഇത് അവസാനിപ്പിക്കണം. മന്ത്രി വാസവൻ രാജിവെക്കണം. ഈ രണ്ട് ഡിമാൻഡുകളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. നേരത്തെ ഒരു ഡിമാൻഡും കൂടി ഉണ്ടായിരുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചവിട്ടി പുറത്താക്കണമെന്ന്. അതവർ മാറ്റി. അല്ല, തുടരാനുള്ള പരിപാടിയായിരുന്നു. ഞങ്ങളുടെ സമരത്തിന്റെ ഭാഗവും ശക്തമായ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നത്. മന്ത്രി വാസവൻ അവിടെ തുടരുകയാണ്. എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത്? കോടതി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നവംബർ 5 കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം 2024 അതായത് 2019 ഒരു കൊള്ള നടന്നു. ആ കൊള്ളയെക്കുറിച്ച് കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ബാക്കി വന്ന 475 ഗ്രാം സ്വർണം തിരിമറി നടത്തിയ വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ടും കോടതി വിധി പോലും കാറ്റിൽ പറത്തി അയാൾക്ക് തന്നെ ശില്പങ്ങൾ സ്വർണം പൂശാൻ നൽകിയത് കോടതി വിധിയുടെ ലംഘനമാണ്. അപ്പോൾ 2019 നടത്തിയ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കൃത്യമായി അറിയാമായിരുന്നിട്ടും 2024 വീണ്ടും അത് കൊടുത്തു. അതായത് എല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കത്തുണ്ടായിരുന്നു. അടിയന്തരമായി ഉത്തരവിറക്കണമെന്ന് ആവശ്യപ്പെട്ട് 27-ാം തീയതി സ്പോൺസർഷിപ്പിൽ ഈ പ്രവൃത്തി നടത്താൻ ബോർഡ് ഉത്തരവിറക്കി. എന്നിട്ട് കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു കൃത്രിമ അർജൻസി ഉണ്ടാക്കി. 2025 വീണ്ടും 2024 ചെയ്യാൻ പറ്റിയില്ല. 2025 ഒരു കൃത്രിമ അർജൻസി ഉണ്ടാക്കി ശില്പങ്ങൾ കൊണ്ടുപോകാൻ വീണ്ടും ശ്രമം ആരംഭിച്ചു. നവംബറിൽ ആരംഭിക്കുന്ന മണ്ഡലകാലത്തിന് മുമ്പ് ശബരിമലയിൽ തന്നെ അറ്റകുറ്റ പ്രവൃത്തി നടത്താൻ സമയമുണ്ടായിട്ടും ദ്വാരപാലക ശില്പങ്ങൾ പുറത്തു കൊടുത്തുവിടാൻ സൌകര്യമൊരുക്കിയെന്നാണ്. എന്തിനാണ്? when steps were once again initiated to fabricate a false sense of emergency, ഒരു കൃത്രിമ എമർജൻസി ഉണ്ടാക്കി ഈ ദ്വാരപാലക ശില്പം 2019 കളവ് നടന്നു എന്നറിഞ്ഞിട്ടും 2024 25 ഇത് പുറത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതിന് ദേവസ്വം മന്ത്രി വാസവനും ദേവസ്വം പ്രസിഡന്റായിരുന്ന പ്രശാന്തിനും പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്, ഗൌരവമുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ മന്ത്രി വാസവൻ രാജിവെക്കണം എന്ന ഞങ്ങളുടെ ആവശ്യത്തിന്റെ അടിയിലാണ് ഈ കോടതി ഉത്തരവിലൂടെ അടിവരയിട്ടിരിക്കുന്നത്. ഇവർക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. എന്നിട്ട് ഇവരെല്ലാം മാന്യന്മാരായി മന്ത്രിസഭയിലിരിക്കുക. പിന്നെ എന്ത് ചർച്ച നടത്താനാണ് അസംബ്ലിയിൽ? എന്ത് ചർച്ച നടത്താനാണ്? എന്ത് മറുപടിയുള്ളത്? എന്താണെന്ന് മന്ത്രി MP രാജേഷും V ശിവൻകുട്ടി പറഞ്ഞത്? സോണിയാഗാന്ധിയുടെ പേര് വരുന്നത് തമാശയാണത്. സമനില തെറ്റിയവരെ പോലെയാണ് രണ്ട് മന്ത്രിമാര് സംസാരിച്ചത്. സോണിയാഗാന്ധിയാണ്. സ്വർണ്ണക്കേസ് കൊള്ള നടത്തിയ 3 CPM നേതാക്കന്മാർ ജയിലിലാണ്. 3 പേര്, അറിയപ്പെടുന്ന 3 CPM നേതാക്കന്മാർ ജയിലിലാണ്. അവർക്കെതിരായി ഒരു നടപടി എടുക്കാൻ പോലും ധൈര്യമില്ലാത്ത പാർട്ടിയാണ് CPM. എന്നിട്ട് കടകംപള്ളി സുരേന്ദ്രന് വ്യക്തമായ പങ്കുണ്ട്. ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു. കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ, വീണ്ടും ചോദ്യം ചെയ്യാതിരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമാണ്. ഈ 3 പേർക്കെതിരായി, ജയിലിൽ കിടക്കുന്ന 3 പേർക്കെതിരായി നടപടി എടുക്കാതിരിക്കാൻ കാരണം എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത്? അവര് കൂടുതൽ നേതാക്കന്മാരുടെ പേരുകൾ വെളിപ്പെടുത്തുമെന്നുള്ള ഭയമാണ്. ആ ഭയം കൊണ്ടാണ് അവര് ഇവർക്കെതിരെ നടപടിയെടുക്കാത്തത്. സ്വർണ്ണക്കൊള്ള CPM